ഹായ് ബീബു, ഇറ്റ്സ് ബീൻ സോ ലോങ്. ഞാൻ കുറേ നാളായി യൂട്യൂബിൽ വീഡിയോസൊക്കെ കോണ്ടൻ്റൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. സോ ഐ തോട്ട് ഓക്കെ ഐ ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ ഫ്രം ദ സ്ക്രാച്ച്. കുറേ നാൾക്ക് ഗ്യാപ്പിന് ശേഷം ഇനിയൊന്നും കൂടി പോസ്റ്റ് ചെയ്യാൻ പോണേ. സോ ഐ തോട്ട് ഓക്കെ ഫസ്റ്റ് ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് യു ഓൾ ദ ബിഗ് അപ്പോളജൈസ്. എന്താ പറയുക, ഫസ്റ്റ് എല്ലാവർക്കും ഒരു സോറി. കാരണം കുറേ നാളായിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുമെന്ന് പറയും, പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. ചില ദിവസങ്ങളിൽ ഞാൻ ആകെ ലൈഫിലെ സിറ്റുവേഷൻസ് ഒക്കെ കാരണം തളർന്നു പോകും, പിന്നെ ഞാൻ ഓക്കെ ആവും, പിന്നെ അത് വിട്ടുപോകും ചില കാര്യങ്ങളൊക്കെ. അപ്പം ഇനി കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്, എസ്പെഷ്യലി ക്രൂസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസും കോണ്ടൻറ്റ് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എ മല്ലു ഗേൾ ഇൻ ക്രൂസ്. അതിൽ ഞാൻ കുറച്ച് വീഡിയോസും കുറച്ച് കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതിൽ തന്നെ ഞാൻ കുറേ കണക്ഷൻസ് ബിൽഡ് ചെയ്തു, കുറേ ആൾക്കാർക്ക് ഗൈഡ് ചെയ്യാനും പറ്റി. സോ ഐ എം സോ ഹാപ്പി. ആൻഡ് നൗ ഐ എം എനിക്കിപ്പോൾ വേറെ എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഫിലിം മേക്കിംഗ്, ഡയറക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ത്രൂ ദാറ്റ് പാത്ത്. അപ്പോൾ ഈ സൈഡ് ബൈ സൈഡ് ഇതും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിവേ ഐ വിൽ ഗോ ബാക്ക്. ഞാൻ തിരിച്ചു പോകും എന്തായാലും. ഇപ്പോൾ ഒരു മെഡിക്കൽ ഇഷ്യൂസ് കാരണം എനിക്ക് റിക്കവറി പീരീഡ് ആയിട്ട് ഈ വെക്കേഷൻ കിട്ടിയേക്കണം. സോ ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് യൂസ് ഓഫ് ദിസ് ടൈം. ആൻഡ് അതിൻ്റെ സെയിം ടൈം തന്നെ കുറേ കാര്യങ്ങൾ ക്രൂസിൻ്റെ എൻ്റെ എക്സ്പീരിയൻസസും മേ ബി ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എത്ര ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന്. കാരണം ഇങ്ങനത്തെ ഒരു കരിയർ പാത്തിനെ പറ്റി ആൾക്കാർക്ക് കൂടുതൽ അറിയില്ല. എവ്രി വൺ ലൈക്ക് കപ്പൽ എന്ന് പറയുമ്പോൾ എല്ലാവരും പേടിച്ചു പോകും, ഇങ്ങനെ കപ്പലിൽ അങ്ങനെയൊക്കെ ജോലി ചെയ്യാം. പക്ഷേ അവിടെ ആക്ച്വലി അതൊരു മിനി സിറ്റിയാണ്. വലിയ കപ്പലാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു മിനി സിറ്റി, അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ നമ്മൾ എന്തൊക്കെ ജോലി ഉണ്ടോ ലാൻഡിൽ, അതേപോലെ തന്നെ അവിടെ എന്താ പറയുക, ഫോട്ടോഗ്രാഫേഴ്സ്, പ്ലംബേഴ്സ്, മെക്കാനിക്സ്, ഷോപ്പ് കീപ്പേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സ്, എൻജിനീയേഴ്സ് എല്ലാം ആ ഒരു വലിയ കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി ഈവൻ കുറേ കുഞ്ഞു ജോലി തൊട്ട് വലിയ ജോലി വരെ എല്ലാം കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഫാസിനേറ്റഡ് ആവും. പിന്നെ അതേപോലെ പല നാഷണാലിറ്റീസുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യാന്നത് നമുക്ക് കിട്ടുന്ന കുറേ എന്താ പറയുക എക്സ്പോഷർ, കുറേ പാഠങ്ങൾ. ഇറ്റ്സ് വെരി ടഫ് ആക്ച്വലി, ഭയങ്കര ടഫായിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അവിടെ. പക്ഷേ ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ നേരത്ത് സംതിങ് എന്താ പറയുക, എനിക്കറിയില്ല അതെങ്ങനെ വേർഡ്സിൽ പറയുമെന്ന്, പക്ഷേ അത് ഭയങ്കര ഒരു വലിയൊരു സ്പിരിറ്റ് തന്നെ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ റൂട്ടീൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ഇവിടെ എന്ന് വെച്ചാൽ 9 to 5 വർക്ക്സും പിന്നെ നമ്മുടെ ലൈഫൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് അല്ലേ. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ സ്കെഡ്യൂൾ ബേസ്ഡാണ് നമ്മുടെ ലൈഫെങ്കിലും ടോട്ടലി നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല. ഇന്ന് ഇങ്ങനെ ജോലിയാണെങ്കിൽ നാളെ വേറൊരു ജോലിയായിരിക്കും. അതേപോലെ നമ്മൾ നോട്ട് ഓൺലി പ്രൊഫഷൻ ബേസ്ഡ് ഫോട്ടോഗ്രാഫർ മാത്രമായിരിക്കില്ല, ഷിപ്പിൻ്റെ ഒരു ജോലിയും കൂടി നമുക്ക് ഉണ്ടാവും. നമ്മൾ അതും കൂടി അസൈൻഡ് ആയിരിക്കും. ഏതൊക്കെ ജോലി ചെയ്താലും ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജോലി ഉണ്ടാകും. ഇപ്പം ഞാൻ അവിടെ ഷിപ്പിൽ വർക്ക് ചെയ്യണ സമയത്ത് ഞാൻ ചില സമയത്ത് സ്റ്റെയർവേ ഗൈഡ് ആയിരിക്കും. സ്റ്റെയർവേ ഗൈഡ് എന്ന് വെച്ചാൽ പാസഞ്ചേഴ്സൊക്കെ വരാൻ നേരത്തെ എനിക്ക് ആ സ്റ്റെയർവേയുടെ സമയത്ത് അവിടെ പോയി നിന്നിട്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, അവിടെ ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല, അതൊക്കെ അങ്ങനെ പറയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. ചില സമയങ്ങളിൽ ഞാൻ അസംബ്ലി സ്റ്റേഷനിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്കൊരു കട്ട് ബോർഡൊക്കെ തന്നിട്ട് ഞാൻ അവരുടെ കൂടെ പാസഞ്ചേഴ്സിൻ്റെ കൂടെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക എമർജൻസി കേസസിൽ അവരെവിടെ എത്തിക്കണം ആ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകണം. സോ അതും എന്താ പറയുക ഞാൻ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം, അത് ചെറിയ ജോലി തന്നെയല്ല. സോ അതിൻ്റേതായിട്ടുള്ള ട്രെയിനിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ജോലി പാത്തിനെ പറ്റി ആൾക്കാർക്ക് അറിയാൻ പാടില്ല. കുറേ പേർക്ക് കുറേ തരം ഡൗട്ടുണ്ട്, എങ്ങനെയൊക്കെ ഇതിലിങ്ങനെ അപ്ലൈ ചെയ്യണം. എനിക്കും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഡൗട്ടായിരുന്നു ഇങ്ങനെ ജോലി കിട്ടുമോ. പക്ഷേ നൗ വാട്ട് ഐ ഫീൽ ഇസ് ലൈക്ക് ആർക്ക് അപ്ലൈ ചെയ്താലും ജോലി കിട്ടും. കാരണം അവിടെ എന്താ ക്രൂവിൻ്റെ റിക്വയർമെൻറ്റ് കൂടുതലാണ്. ബട്ട് നമ്മൾ പെർട്ടിക്കുലർലി ഒരു ക്രൂസ് കമ്പനി മാത്രം നോക്കി നിൽക്കരുത്, കുറേ കമ്പനീസ് ഉണ്ട് ക്രൂസിൻ്റെ. സോ അപ്ലൈ ചെയ്യുമ്പോൾ പല പല കമ്പനീസിലായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ കുറച്ച് പേഷ്യൻസ് വേണം, പെട്ടെന്നൊന്നും നമുക്ക് കിട്ടില്ല. ഫസ്റ്റൊക്കെ നമ്മൾ ചിലപ്പോൾ കുറേ റിജക്ഷൻസ് ഫേസ് ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് പലർക്കും കിട്ടും, അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടും. പക്ഷെ ഫോളോ അപ്പ് ചെയ്യുന്നവർ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് മാത്രം അത് കിട്ടാറുള്ളൂ. പിന്നെ എന്താ പറയുക, ഇപ്പം ഞാനിങ്ങനെ നേരത്തെയൊക്കെ വീഡിയോസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാൻ നേരത്ത് കുറേ എൻ്റെ ഫ്രണ്ട്സ് കാണും. കുറച്ച് പേര് അപ്ലൈ ചെയ്ത് റിജക്റ്റഡ് ആയി, കുറച്ച് പേര് അത് സീരിയസ് ആയിട്ട് എടുത്ത് കിട്ടുന്നവരെയും ട്രൈ ഔട്ട് ചെയ്ത് ഇപ്പോൾ 2-3 പേർക്ക് കിട്ടി. സോ ഐ ആം സോ ഹാപ്പി. അപ്പോൾ അവരെന്നെ വിളിച്ച് താങ്ക് യു ഒക്കെ പറഞ്ഞാൽ അതുമാത്രമല്ല അവരുടെ
അവർ വേറെ കമ്പനീസിലാണ് കയറിയത്. അങ്ങനെ അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിലൊരു സ്പാർക്ക് കയറി. മീൻസ് ഞാൻ MSc എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യണം. പക്ഷേ വേറെ ആൾക്കാർ പല കമ്പനിയിൽ വർക്ക് ചെയ്യാത്തത് എനിക്ക് അവരുടെ കമ്പനിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. സോ ഐ ആം സ്റ്റിൽ ഓൺ ലേണിംഗ് പ്രോസസ്സ്. പലരും പലതും പറഞ്ഞു തരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓക്കെ ഇവിടെ ഇങ്ങനെയാണ് ലൈഫ് കൾച്ചർ, ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ്. സോ ഇറ്റ്സ് ഡ്രൈവ്സ് യു എ ലോട്ട്, യുനോ. സോ എന്താ പറയുക, ഈ ഒരു കരിയർ പാത്തിനെ പറ്റി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ആ പേജ് സ്റ്റാർട്ട് ചെയ്തതും യൂട്യൂബിലൂടെ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതും. ഐ നോ ഇത് പെട്ടെന്ന് എന്താ പറയുക ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയും ഭയങ്കര ഡൗട്ട്ഫുള്ളും ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി തന്നെയാണ്. ബട്ട് ഐ തിങ്ക് ഇതൊരു ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു ജോലി കൊണ്ട് നമ്മൾ കൺട്രീസ് ട്രാവൽ ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. എസ്പെഷ്യലി നമ്മൾ തനിച്ചാകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ തന്നെ പഠിക്കും. അപ്പോഴാണ് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ മൈൻഡൊക്കെ കംപ്ലീറ്റ്ലി ഓപ്പൺ അങ്ങനെയൊക്കെയാവും. കാരണം നമ്മൾ വളർന്ന സിറ്റുവേഷൻസും എല്ലാം കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് ലൈഫ്. ഇത് എനിക്കറിയില്ല എങ്ങനെ പറഞ്ഞു തരുമെന്ന്, പക്ഷെ നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോയിൽ ഐ എം കീപ്പിംഗ് ഇറ്റ് വെരി റിയൽ. കുറേ നാളെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ എനിക്കറിയില്ല എങ്ങനെ തരണമെന്ന്. സോ റീസെൻ്റ്ലി ഐ സ്റ്റാർട്ട് ടു റൈറ്റ് ഡൗൺ സം ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ക്രൂസ്. ലൈക്ക് എനിക്ക് നേരത്തെ തോന്നിയിട്ടുള്ള ഡൗട്ട്, എങ്ങനെ ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യും, ഏതെല്ലാം കമ്പനീസ് നല്ലതാണ്, എങ്ങനത്തെ സാലറി അപ്രോച്ച് ചെയ്താണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓരോന്ന് കോണ്ടന്റ് ബേസിസ് ആയിട്ട് ഇടാമെന്ന്. പക്ഷേ ഐ എം കൺഫ്യൂസ് വെദർ ഐ ഷുഡ് ഡു ഇൻ ഇൻസ്റ്റാഗ്രാം ഓർ യൂട്യൂബ്. അങ്ങനെ എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സൈഡ് ബൈ സൈഡ് എനിക്ക് ഇതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ദിസ് ഇസ് ടോട്ടലി എ ഡിഫറെൻറ്റ് ലൈഫ്, യുനോ. ഇത് എല്ലാവരും ഞാൻ പുഷ് ചെയ്ത് ഇതിൽ തന്നെ കയറണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു ലൈഫുണ്ട്, നല്ലതായിരിക്കും ലൈഫ്, ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുള്ളൂ. ഭയങ്കര ടഫായിട്ടുള്ള ലൈഫാണ്, ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ എത്ര ഫാൻസി ആയിട്ട് അവിടെ കാണുന്നു പിക്ചേഴ്സിൽ, നല്ല രസമായിരിക്കും. പക്ഷേ ഉള്ളിലകത്ത് ഭയങ്കര ടഫാണ്. പക്ഷേ ഇൻ ദി എൻഡ് ഓഫ് ദി കോൺട്രാക്ട് ഓർ നമ്മൾ അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ തന്നെ പഠിക്കും. എപ്പോഴും എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുറേ നോളജും കുറേ അറിവുകളും വെച്ചാൽ ഞാനിപ്പോഴും എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ പോണ പാത്തും അവിടെ നിന്ന് കിട്ടിയൊരു സ്പാർക്കാണ് ഈ ഫിലിം മേക്കിംഗ് ആൻഡ് എവറിത്തിങ്. സോ അതൊക്കെ വെച്ചാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരിടത്ത് എത്തിയിട്ടില്ല, റിജക്ഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നു. സോ I thought this video will helps you to know more about cruise journey, and also you can ask me some doubts. നിങ്ങളുടെ ഡൗട്ട്സ് എനിക്ക് കിട്ടുന്ന അനുസരിച്ചായിരിക്കും ഞാൻ ആ ഒരു കോണ്ടന്റ് ബേസിസ് ക്രിയേറ്റ് ചെയ്യുന്നതും. So you can send me your doubts and DMs and everything. And thanks for supporting me. ഇങ്ങനത്തെ എന്താ പറയുക, ഇങ്ങനെ കോണ്ടൻ്റൊക്കെ ചെയ്താൽ എനിക്ക് സപ്പോർട്ടൊക്കെ തരുന്നത് നിങ്ങൾ, എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും കുറേ പേരൊക്കെ ഉണ്ട്. സോ ഐ എം സോ ഹാപ്പി ടു സീ യുവർ മെസ്സേജസ് ആൻഡ് എവറിത്തിങ്. ഇനിയും വേണം. പക്ഷെ എനിക്കറിയില്ല ഞാൻ എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നു. ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ് ടു ബി കൺസിസ്റ്റൻറ്റ്. ഓക്കെ. പിന്നെന്താ, ഐ ഡോണ്ട് നോ, ഇങ്ങനത്തെ വീഡിയോസാണ് ആഗ്രഹം. ലൈക്ക് വെരി എഡിറ്റ് ചെയ്യാനാണ് കുറച്ച് സീൻ. എനിക്ക് കുത്തിയിരുന്ന് ഞാൻ എഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഐ നോ ഞാൻ നിങ്ങളോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ദിസ് ഈസ് മൈ പ്രോബ്ലം ഐ എം ഫേസിങ്. സോ എന്തായാലും ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ ബിഫോർ ഐ എം ഡൂയിങ് സംതിങ് ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു എ ബിഗ് സോറി. കുറേ നാൾക്ക് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇനി കോണ്ടൻ്റൊക്കെ ഇടാൻ പോകുന്നതും ഇതും. അപ്പം കുറേ പേരുടെ മെസ്സേജിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. ഓൾസോ ഞാൻ അവിടെ ചെന്നിട്ടാണ് കുറേ ലാംഗ്വേജസൊക്കെ പഠിച്ചത്. അപ്പോൾ ഐ ആം നോട്ട് ഓൺലി പർട്ടിക്കുലർലി ഫോക്കസ്ഡ് ഓൺ മലയാളി പീപ്പിൾ, എല്ലാ ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാവരെയും, പിന്നെ അതേപോലെ പുറത്തും ഞാൻ കുറേ ഫ്രണ്ട്സ് ഉണ്ടാക്കി. സോ അവർക്കും ഇതേപോലെ എന്താ പറയുക ക്രൂസിനെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ടൈം കിട്ടാറില്ല. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് തമിഴ് തെരിയും, തെലുങ്കു തെലുങ്കു, പിന്നെ ഹിന്ദി ബി മുझे മാലൂം ഹേ. സോ ഇങ്ങനെ എല്ലാ ആൾക്കാർക്കും ഇത് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇങ്ങനത്തെ ഒരു കരിയർ പാത്തിനെ പറ്റി ആൾക്കാർക്ക് ആർക്കും അറിയില്ല. സോ ഐ തോട്ട് ഓക്കെ
ഇതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു പാത്ത് ഷെയർ ചെയ്യണതുകൊണ്ട്. സോ ഐ ഡു മൈ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.